ഹലോ. DHA എക്സാമിനെ കുറിച്ച് പിന്നെയും കുറേ അധികം ക്വയറീസ് വരുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈ കൊടുത്തു മടുത്തു. സോ അതിനുള്ള ഒറ്റ ആൻസറാണ് ഇത്. DHA എക്സാം വരുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് DHA എക്സാം, ദെൻ ഡാറ്റ ഫ്ലോ, ക്രെഡൻഷ്യലിംഗ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ലെറ്റർ, അങ്ങനെ 3 സ്റ്റേജസ് തന്നെ. ഈ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത് എക്സാം ആയിരിക്കും. എക്സാമോ ഡാറ്റ ഫ്ലോ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് ഡോക്യുമെന്റ്സ്, എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് പാസ്പോർട്ടാണ്. സെക്കൻഡ്, റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡെന്റൽ കൗൺസിൽ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, 2 years എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് ഇതിന്. 2 year എക്സ്പീരിയൻസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു CV, പിന്നെ വേണ്ടത് നമ്മളെ എല്ലാ മാർക്ക് ലിസ്റ്റും, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ലൈസൻസ്. ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സാം എടുത്തു കഴിയുമ്പോൾ എക്സാമിന് വരുന്നത് ഒരു 150 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു 3 hours എക്സാം ആയിരിക്കും വരുന്നത്. MCQ ലെവൽ ക്വസ്റ്റ്യൻസിനാണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റ ഫ്ലോ ഒരു 35 to 40 ഡേയ്സിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ടൈമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി ലെറ്ററിന് വേണ്ടി ക്രെഡൻഷ്യലിംഗ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ലെറ്റർ അതൊരു 1 weekനുള്ളിൽ കഴിയും. ഇത്രയൊക്കെ പ്രോസസ്സാണ് DHA എക്സാം എലിജിബിലിറ്റി ലെറ്റർ വരെ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.